ഗൈസ് ഇന്ന് എക്സ്പ്ലോർ പോകുന്നത് ജുജുത്സു കൈസൻ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 3 മൂന്നാമത്തെ എപ്പിസോഡാണ്. പോകുന്നതിന് മുമ്പ് ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ല, ലൈക്ക് അടിക്കാനും മറക്കല്ല. സോ ഇതൊക്കെ ചെയ്തേക്ക്. എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നത് യുജി ബാക്കിയുള്ളവരും നമ്മുടെ ടെൻകന്റെ അടുത്തേക്ക് പോകുന്നതാണ്. ടെൻകനെ കാണാൻ വേണ്ടിയുള്ള കാര്യത്തിന് നമ്മുടെ ടെൻകനാണെങ്കിൽ ഇവരെ എല്ലാവരും റിജക്ട് ചെയ്യുകയാണ്. ലാസ്റ്റ് എപ്പിസോഡിൽ സംഭവിച്ചത്. സോ ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കാണാം. ഇവിടെ തുടങ്ങുന്ന ഇവരുടെ എല്ലാവരുടെ അടുത്തേക്ക് നമ്മുടെ ടെൻകൻ വരികയാണ്. ടെൻകനോട് നമ്മുടെ യുക്കി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് സ്റ്റാർക്ക് പ്ലാസ്മ പൂട്ടി വെച്ചിരിക്കുന്നത്? നിങ്ങൾ ആ ടെൻകന്റെ കൂടെ ഉള്ള ഒരാളാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ആദ്യം വരാത്തതെന്ന് നമ്മുടെ ടെൻകൻ പറയുന്നു. ചോദിക്കുകയാണ് ആരാണ് ഈ കെഞ്ചാക്കു? സോ നമ്മുടെ ടെൻകൻ പറയുകയാണ്, കെഞ്ചാക്കു ആരാണെന്ന് അറിയത്തില്ലേ, ഗോജോന്റെ കൂട്ടുകാരനായിട്ടുള്ള ഗെറ്റോന്റെ ബോഡിയിലുള്ളതാണ് കെഞ്ചാക്കു. എന്ന് വെച്ചാൽ ഞാൻ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മുടെ ഗെറ്റോ എന്ന് പറയുന്ന ആൾ മരിച്ചുപോയി. അത് നമ്മുടെ ഗോജോന്റെ കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഗെറ്റോന്റെ തലയോടായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടേക്കുന്ന കണ്ടില്ല. വെച്ചാൽ ഗെറ്റോ മരിച്ചായിട്ട് നമ്മുടെ കെഞ്ചാക്കു ഗോജോനെ കാണുന്ന സമയത്ത് ഒരു തലച്ചോറിനെ കാണിക്കത്തില്ലേ, അതാണ് കെഞ്ചാക്കു. സിമ്പിൾ ആയിട്ട് അതാ കെഞ്ചാക്കു. നമ്മുടെ യൂജി ചോദിക്കുകയാണ്, നിങ്ങളെ കാണാൻ വേണ്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ടെൻകൻ പറയുകയാണ്, ഞാൻ ഇമ്മോർട്ടൽ ആണ്, പക്ഷെ എനിക്ക് പ്രായമാകും. ഇതിന്റെ തുടക്കം നമ്മുടെ ഗോജോയും ഗെറ്റോയും കൂടെ ഒരു പെണ്ണിനെ അടുത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകത്തില്ലേ. സോ ആ ടെൻകനാണ് ഇത്, സ്റ്റാർക്ക് പ്ലാസ്മ വെസൽ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ആ പെണ്ണ് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻകൻ അതിനെ കൺസ്യൂം ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ടെൻകൻ ഏജ് ആവും. നേരത്തെ പറഞ്ഞ പോലെ ടെൻകൻ ഇമോർട്ടൽ ആണെങ്കിലും ടെൻകൻ ഏജിങ് ആവും. ഇത് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ മെഗിമ് ഫിഷിഗുറോ ചോദിക്കുകയാണ്, ആണ് നമ്മുടെ ഗോജോ സെൻസേനെ അൺസീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കെഞ്ചാക്കുവിനെ എങ്ങനെ തടുത്ത് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത് നിങ്ങളല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, യുക്കി അല്ലെങ്കിൽ ചോസോ, ഈ 3 പേരിൽ ഒരാൾ ഈ സ്ഥലത്ത് നിങ്ങൾ ഗാർഡായിട്ട് നിൽക്കണം. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞങ്ങളപ്പോ എത്ര നേരം ഇവിടെ നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്? അല്ല പിന്നെ എന്തിനാ ഞങ്ങൾ ഗാർഡ് ചെയ്യണമെന്ന് ഈ പറയുന്നത്? നിങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കെഞ്ചാക്കുവിന്റെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തരാം. അതിലുള്ള എല്ലാ മനുഷ്യരെയും കേഴ്സ് ആയിട്ട് മാറ്റണം. നമ്മുടെ മെഗുബി അറിയുകയാണ്, അത് ഞങ്ങൾക്ക് അറിയാം. അവൻ ഐഡിയൽ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോരായോ? ഐഡിയൽ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയുള്ള പവർ ഇപ്പം കെഞ്ചാക്കുവിന്റെ ഇല്ല. പിന്നെ അവന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ഹ്യൂമൻസിനെയും കൂടെ മുന്നിലൂടെ എന്ന് വെച്ചാൽ ടെൻകന്റെ കൂടെ അസ്യൂം ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. ബാക്കിയുള്ളവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്റ്റാർ പ്ലാസ്മ വെസൽ യൂസ് ചെയ്തിട്ട് മാത്രമല്ലേ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ? കുറച്ച് മുമ്പും എനിക്ക് ഈ സ്റ്റാർ പ്ലാസ്മ വെസൽ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഇവോൾവ് ആയി, ഇപ്പോഴും ഇവോൾവേഷൻ നടക്കുന്നുണ്ട്. ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ആണെങ്കിൽ പോലും എന്നോട് കൂടെയുള്ള അസ്യൂമിലേഷൻ പോസിബിൾ ആണ്. നമ്മുടെ കെഞ്ചാക്കുവിന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെയും കൂടെ ടെൻകനിലൂടെ അസ്യൂമിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അസ്യൂമിലേഷൻ ഒരുപാട് പേരിൽ കൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരാൾ മാത്രം നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. സുക്കുണ കാരണം ഈ ടോക്കിയോയിൽ മാത്രം നടന്ന സംഭവം ഉണ്ടല്ലോ, അത് എൻറ്റയർ വേൾഡിൽ നടക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാത്തതുപോലത്തെ ഒരു വലിയ സംഭവം ഇവിടെ നടക്കും. കേട്ടുകൊണ്ടിരുന്ന നമ്മുടെ യുജി ചോദിക്കുകയാണ്, എന്തിനു വേണ്ടിയാണ് കെഞ്ചാക്കു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ടെൻകൻ പറയുന്നുണ്ട്, മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊന്നും ആർക്കും അങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ യുജി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ അസ്യൂമിലേഷൻ അങ്ങ് റിജക്ട് ചെയ്താൽ പോരെ, അന്നേരം പ്രശ്നമില്ലല്ലോ? നമ്മുടെ ടെൻകൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരുപാടധികം വർഷങ്ങളായിട്ട് ഇവോൾവ് ആകുന്നത് കൊണ്ട് തന്നെ മനുഷ്യത്വത്തിനെക്കാട്ടിൽ കൂടുതൽ ഇപ്പോൾ കേഴ്സ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർ കേഴ്സ്ഡ് മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവരെന്നെ അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അഥവാ നമ്മുടെ ടെൻകനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ടെൻകനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കും. സോ അതൊരു വലിയ പ്രശ്നം തന്നെ ആകും. കാരണം നമ്മുടെ ടെൻകനെ ഇവർ ഗാർഡ് ചെയ്യണമെന്ന് നമ്മുടെ ടെൻകൻ പറയുന്നത്. ടെൻകൻ ആ സമയത്ത് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. സോ ടെൻകനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ വേണം. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഈ ബാരിയറിന്റെ തൊട്ട് താരെയാണ് എനിക്ക് ഈ വെള്ളം പോലത്തെ ഈ സ്ഥലം ഉണ്ടല്ലോ. സോ ഈ സ്ഥലത്തിന്റെ ബാരിയർ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കെഞ്ചാക്കുവിന് പൊട്ടിച്ചുകൊണ്ട് വരാം. കെഞ്ചാക്കുവും ടെൻകനും 6 ഐസും വലിയൊരു ബന്ധത്തിലുള്ളത് പോലെ തന്നെയാണ്. നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഒരു വിധിയാണ് എന്ന് നമ്മുടെ ടെൻകൻ പറയുകയാണ്. കെഞ്ചാക്കു പാസ്റ്റിലും 2 തവണ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ചെയ്യിക്കപ്പെട്ടിട്ടുണ്ട്. ടോപ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് 6 ഐസുള്ള സോസറേഴ്സ്, ഗോജോന്റെ പവറിനെ പോലുള്ള പവറുള്ള ആൾക്കാർ വേണ്ടിയാണ് കെഞ്ചാക്കു 6 ഐസുള്ള സോസറേഴ്സിനെ ആദ്യം സീൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇടുന്നത്. അവൻ പ്രിസം റെയിലത്തിന് വേണ്ടി സെർച്ച് ചെയ്തത്. കാര്യങ്ങളൊക്കെ നമ്മുടെ കെഞ്ചാക്കു ചെയ്യുന്ന സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്തതുപോലെ വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് കേഴ്സ് എനർജി ഫ്രീ ആയിട്ടുള്ള തോജി സെനി പ്ലാസ്മ വെസലിനെ കൊന്നപ്പോഴാണ് കെഞ്ചാക്കുവിന് ആ 6 ഐസ് എന്ന് പറഞ്ഞ ആളെ കൂടെ സീൽ ചെയ്താൽ മതിയായിരുന്നു. അതിന് കെഞ്ചാക്കു ഒന്നും ചെയ്ത് തന്നെ നമ്മുടെ ഗെറ്റോനെ ലഭിക്കുകയും കേഴ്സ് മാനിപ്പുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രിസം റൈലം അവൻ അച്ചീവ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് യുജിയൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് കള്ളിംഗ് ഗെയിം എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്തതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ടെൻകൻ പറയുകയാണ്, കള്ളിംഗ് ഗെയിം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവം മാത്രമാണ്, അതും എന്റെ അസ്യൂമിലേഷന് മുമ്പ് നടക്കാൻ വേണ്ടി പോകുന്ന. ഇതിന്റെ പ്ലാൻ മുഴുവനായിട്ടും തന്നെ സക്സസ് ആവണമെങ്കിൽ തന്നെ കുറെ അധികം റൂൾസ് എല്ലാം ഇതിൽ തന്നെ പാലിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് തന്നെ കെഞ്ചാക്കുവിന് ഒരിക്കലും കള്ളിംഗ് ഗെയിമിന്റെ ഗെയിം മാസ്റ്റർ ആവാൻ വേണ്ടി സാധിക്കത്തില്ല. സംഭവം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം കള്ളിംഗ് ഗെയിം നടക്കുന്ന സമയത്ത് നമ്മുടെ കെഞ്ചാക്കുവിന് ഇവര് പോയി അഥവാ കൊന്നെന്ന് വിചാരിച്ചു കള്ളിംഗ് ഗെയിം എന്ന് പറയുന്ന സംഭവം സ്റ്റോപ്പ് ആവത്തില്ല. സോ ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സോ അഥവാ കള്ളിംഗ് ഗെയിം എൻഡ് ചെയ്യണമെങ്കിൽ തന്നെ എല്ലാ പ്ലേയേഴ്സും മരിക്കണം. എല്ലാ പ്ലേയേഴ്സും കൂടെ ഒരു കളിക്കുന്നില്ലെന്ന് പറയണം, അല്ല എന്നാലും മരിക്കും. നമ്മുടെ യൂട്ട പറയുന്നുണ്ട്, സോ നമ്മൾ കള്ളിംഗ് ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നമ്മൾ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് നമ്മളൊരു റൂൾ അതിലേക്ക് ചേർക്കണം. മാത്രമല്ല സോ അതിന്റെ കൂടെ തന്നെ നമുക്ക്
ഗോജോ സെൻസേനെ രക്ഷപ്പെടുത്തണം. ഗോജോ സെൻസെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ തന്നെ പ്ലാനിങ് ചെയ്യുമെന്നും അവർ പറയുന്നുണ്ട്. കാര്യങ്ങൾ പറഞ്ഞതായിട്ട് നമ്മുടെ ടെൻഗൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് എന്നെ ഇവിടെ ഗാർഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. ചോസോയെ, യൂക്കി, യൂട്ട, സോ ഇവർ 3 പേരും കൂടാണ് ഇവർ നിൽക്കാൻ വേണ്ടി പോകുന്നതെന്ന് അവരിപ്പോൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ടെൻഗനെ രക്ഷിക്കാൻ വേണ്ടി അവരിവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെൻഗനാണെങ്കിൽ ഇവരെ സഹായിക്കാൻ വേണ്ടി, നമ്മുടെ ഗോജോ സെൻസേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് ബോക്സ് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. സോ ഈ ബ്ലാക്ക് ബോക്സ് എന്തുവാണെന്ന് ചോദിച്ചാൽ ഇവ കൂടി വെച്ചിരിക്കുന്ന പ്രിസം റൈനത്തിന്റെ ബാക്ക് സൈഡാണ് ഇത്. യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗോജോനെ മുഴുവനായിട്ട് തന്നെ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കത്തില്ല. ഒന്ന് ഇൻവേർട്ടഡ് സ്പിയർ ഓഫ് ദ ഹെവൻ എന്ന് പറഞ്ഞ ആ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഗോജോനെ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഇതിൽ ബ്ലാക്ക് റോപ്പ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗോജോനെ അവർക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ച ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട്. ഈ 2 സാധനവും നമ്മുടെ ഗോജോ ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ചെയ്യുന്നത് നമ്മുടെ യൂജിയും ബാക്കിയുള്ളവരും ഭയങ്കരമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ യൂട്ട പറയുന്നുണ്ട്, ഞാനും മെഗുമിയും കൂടെ ഇതിനു മുമ്പ് തന്നെ ഈ സാധനത്തിനെ സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ആഫ്രിക്കയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊരു ഡെഡ് എൻഡ് ആണ്, അതല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നമ്മുടെ യൂക്കി നമ്മുടെ ടെൻഗനോട് ചോദിക്കുന്നുണ്ട്. ഒരു വഴിയും കൂടെ, ഈ കള്ളി ഗെയിമിന്റെ അതിലൊരു പ്ലെയർ ഉണ്ട്, 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ള ഒരു പ്ലെയർ എന്നാണ് അവളുടെ പേര്. അവളുടെ കയ്യിൽ ഒരു ടെക്നിക്ക് ഉണ്ട്. കേഴ്സ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏതൊരു കേഴ്സ് ടെക്നിക്കിനെയും അവൾക്ക് ചെയ്ത് കളയാൻ വേണ്ടി സാധിക്കും. സാധനം യൂസ് ചെയ്തുകൊണ്ട് ഗോജോനെ ആ പ്രിസത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. എവിടെയാണെന്ന് നമ്മുടെ ടെൻഗനോട് ചോദിക്കുന്ന സമയത്ത് ടോക്കിയോയിലെ ഈസ്റ്റ് സൈഡിലായിട്ടുണ്ടെന്ന് നമ്മുടെ ടെൻഗൻ പറഞ്ഞു കൊടുക്കും. വാരറിനെ റിജക്ട് ചെയ്തതുകൊണ്ട് തന്നെ ആ വാരറിന്റെ അകത്തുള്ള ഇൻഫർമേഷൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാര്യങ്ങൾ ഞാൻ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ജപ്പാനിൽ 10 കോളനീസ് ആണുള്ളത്, ബാരിയേഴ്സ് ആണുള്ളത്. 10 ബാരിയേഴ്സും ജപ്പാന് മുഴുവനായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തന്നെ ഒരുപാടധികം നോർമൽ ആയിട്ടുള്ള മനുഷ്യരും ഈ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഇടയായിട്ടുണ്ട്. ജുത്സു കൈസൻ ആനിമിയിലെ തന്നെ ഏറ്റവും പാടായിട്ടുള്ള ഒരു ആർക്കാണ് ഇത്. കുറച്ച് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ആർക്കാണ് ഈ കള്ളിങ് ഗെയിം. അതിൽ കുറച്ചേറെ റൂൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീട്ടിൽ തന്നെ നമ്മുടെ മെഗുമി ചോദിക്കുകയാണ്, കെഞ്ചാക്കോനിക്ക് എത്ര സമയം വേണം ഈ റിച്വൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി? 1 മാസം എടുക്കും എന്ന് നമ്മുടെ കെഞ്ചാക്കു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കള്ളി ഗെയിമിനെ ബേസ് ചെയ്തിരിക്കും, എനിക്കത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കത്തില്ല. നമ്മുടെ ടെൻഗൻ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഇനി ആകെയുള്ളത് 10 ദിവസം 15 മണിക്കൂർ മാത്രമാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമ്മുടെ മെഗുമി പറയുകയാണ്. എന്ന് പറഞ്ഞ ഒരാളും ഈ കള്ളി ഗെയിമിൽ അറിയാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മെഗുമിയുടെ സ്റ്റെപ്പ് മദറിന്റെ മോളാണ്. നമ്മുടെ മെഗുമിയുടെ സിസ്റ്ററായിട്ട് വരും. സോ നമ്മുടെ മെഗുമിക്ക് നല്ല രീതിയിൽ തന്നെ ഇമോഷൻ ആ സിസ്റ്ററിനോട് എവിടെ സാധിക്കത്തില്ല. സോ അവൾ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. സോ അതുകൊണ്ട് തന്നെ അവളെ രക്ഷിക്കണമെന്ന് നമ്മുടെ മെഗുമി പറയുന്നുണ്ട്. അഥവാ ഒരാൾ തോറ്റെന്നങ്ങ് വിചാരിച്ചോ, സോ ആ സമയത്ത് തന്നെ ആ ആളുടെ കേഴ്സ് ടെക്നിക്ക് എടുക്കും. കേഴ്സ് ടെക്നിക്ക് എടുത്ത ഉടനെ തന്നെ ആ ആള് മരിച്ചു പോകും എന്ന് പറയുന്നത് നമ്മുടെ ഗെയിമിന്റെ അകത്തുള്ള ഒരു റൂള് തന്നെയാണ്. അപ്പൊ ഇത് തന്നെ നമ്മുടെ മെഗുമി ചോദിക്കുന്നുണ്ട്, ഈ ഗെയിമിന്റെ മാസ്റ്റർ ആരാണെന്നുള്ള ഒരു കാര്യം കേട്ടാ നമ്മുടെ ടെൻഗന് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ പറഞ്ഞു തരാൻ വേണ്ടി അറിയത്തില്ല. ഗെയിമിന്റെ അകത്ത് കളിക്കുന്ന എല്ലാ പ്ലെയറിനും എന്ന് വെച്ചാൽ എല്ലാ പ്ലെയറിനും ഒരു രീതിയിലുള്ള ഒരു ഷിക്കുനാമി കൊടുത്തിട്ടുണ്ട്. കൊങ്കാനെ എന്നാണ് ആ ഷിക്കുനാമിയുടെ പേര്. അതും ഒരു ഗെയിം മാസ്റ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല, അത് ഒരു പ്ലെയറിന് ഒരു ഇന്റർഫേസ് പോലെ തന്നെയാണ് ഉള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ കള്ള് ഗെയിം സിസ്റ്റത്തിനെ തന്നെ ഒരു ഗെയിം മാസ്റ്റർ ആയിട്ട് കാണുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. സോ അവർക്ക് വേറൊരു കാര്യം മനസ്സിലാക്കിയാണ്. സോ ഇതിൻ്റെ അതിലേക്ക് ഒരുപാടധികം റൂൾസ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും, പക്ഷേ എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഒരു റൂള് അവർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെ ഈ ഗെയിമിൻ്റെ അകത്തുള്ള എല്ലാ റൂളും അവർക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയാണ്. സോ അങ്ങനെ നമ്മുടെ യൂക്കിയും ചോസോയുമാണ് ടെൻഗനെ ഗാർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ തന്നെ നമ്മുടെ മാക്കിയാണെങ്കിൽ സെനിൻ ക്ലാൻ എന്ന് വെച്ചാൽ സെനിന്റെ അവിടെ പോയിട്ട് കുറെ കേഴ്സ്ഡ് ടൂൾ എടുത്തോണ്ട് വരാം എന്ന് പറയുന്നത്. ഗോജോ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ആ ടൂൾസ് എല്ലാം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. മാത്രമല്ല ഇപ്പം സെനിൻ ക്ലാനിന്റെ ഒരു ലീഡർ എന്ന് പറയുന്നത് കുമി ഫുഷിഗ്രോ ആണെന്നും പറയുന്നുണ്ട്. ഈ കാര്യം കേട്ടിട്ട് നമ്മുടെ യൂജിക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഇത് കണ്ട നമ്മുടെ മെഗുമി പറയുന്നുണ്ട്, ഈ കാര്യം ഞാൻ പിന്നെ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. അതേ സമയത്ത് തന്നെ നമ്മുടെ മാക്കിയാണെങ്കിൽ നമ്മുടെ യൂട്ടനോട് ചോദിക്കുന്നുണ്ട്, സോ അപ്പം നീ ഇനി എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കറക്റ്റായിട്ട് തന്നെ ബാരിയറിലേക്ക് കയറിയിട്ട് കള്ളി ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ യൂട്ട പറയുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടി പറയാൻ വേണ്ടി ഞാൻ ഈ ഗെയിമിന്റെ അതിലേക്ക് കയറി ഒരുപാടധികം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം എന്ന് നമ്മുടെ യൂട്ട പറയുന്നുണ്ട്. ഇത് തന്നെ നമ്മുടെ മാക്കിനോട് നമ്മുടെ മെഗുമി ചോദിക്കുന്നുണ്ട്, സോ ഞാനും യൂജിയും അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഇത് കേട്ടാ നമ്മുടെ മാക്കി പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കെഞ്ചിനെ ഹക്കാരിനെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി കാണുക എന്ന്. ഇത് കേട്ടാ നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ കെഞ്ചി എന്ന്? ഹക്കാരി ദ സസ്പെൻഡഡ് 3rd ഇയർ. ഇപ്പം നല്ല രീതിയിൽ തന്നെ ഒന്നും അല്ല ജീവിക്കുന്നത്, പക്ഷേ
നമുക്കിപ്പോഴും ഒരുപാടധികം ആൾക്കാരുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പോയി കാണുക. എന്തൊക്കെ സംഭവിച്ചിട്ടാണെങ്കിലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ അവരെ റിക്രൂട്ട് ചെയ്യണം എന്ന് നമ്മുടെ മാക്കി പറയുന്നുണ്ട്. സോ അത്രയ്ക്ക് പവർഫുൾ ആണോ എന്ന് നമ്മുടെ യൂജി ചോദിക്കുന്നുണ്ട്. നമ്മുടെ യൂട്ട പറയുന്നുണ്ട് അയാൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവർഫുൾ ആണ്. അഥവാ അയാൾ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അയാൾ ഉറപ്പായിട്ടും എന്നെക്കാട്ടിലും പവർഫുൾ ആയിരിക്കും. സോ ആ കാര്യം ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ ടെൻഗനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ യൂക്കിയും അതുപോലെ തന്നെ ചോസോയും അവിടെ നിൽക്കുകയാണ്. എല്ലാവർക്കും അവർക്ക് കൊടുത്ത ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും ഓരോ സ്ഥലത്തിലേക്ക് പോവുകയാണ്. സമയത്ത് തന്നെ നമ്മുടെ യൂജിയും ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. സോ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചോസോയോട് നമ്മുടെ യൂജി പറയുകയാണ് നീ എല്ലാവർക്കും ഒരു വലിയ ഹെൽപ്പ് തന്നെയാണെന്നുള്ള ഒരു കാര്യം. നമ്മുടെ ചോസോ ആണെങ്കിൽ വളരെയധികം വിഷമത്തോടെയും കരഞ്ഞുകൊണ്ട് പറയുകയാണ് എടാ നീ പുറത്ത് പോയി കരയല്ലേ. രണ്ടുപേരും ബ്രദേഴ്സ് ആണല്ലോ. സോ ഇവർ രണ്ടുപേരും ഇപ്പൊ ഇവിടെ നിന്ന് വിട്ടുപിരിയാൻ വേണ്ടി പോവുകയാണ്. സോ അതിന്റെ ഒരു വിഷമം ഇവിടെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോസോ ആണെങ്കിൽ അവിടെ നിന്ന് ഒരുപാടധികം കരയുന്നുണ്ട്. നമ്മുടെ ഈ ടെൻഗൻ ഈ നിൽക്കുന്ന ഈ സ്ഥലം മൊത്തത്തിൽ മാറ്റിയിട്ട് വേറൊരു സ്ഥലം കാണിക്കുകയാണ്. സോ അവിടെ ആണെങ്കിൽ ഒരു കൊമേഡിയൻ ആണെങ്കിൽ അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ കോമഡി ആണെന്ന് പറഞ്ഞ് ചളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗുരു ഉണ്ടായിരുന്നു. സോ ആ ഗുരുവിന്റെ മണ്ടയ്ക്ക് എന്തോ എഴുതി അത് പറഞ്ഞു പോയെന്ന്. സോ എന്താണെന്ന് ആൾക്കാർ ചോദിച്ച സമയത്ത് കുരുവിന്ന്. സോ ഇങ്ങനത്തെ ചളിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പ്രോഗ്രാം നടത്തിയ ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് വന്ന് വരക്ക് പറയുകയാണ് നീ എന്താണ് അവിടെ സ്റ്റേജിൽ പോയിട്ട് വായി തോന്നിയെല്ലാം വിളിച്ച് പറഞ്ഞ ഉടനെ ആൾക്കാരെല്ലാം ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നിന്റെ കോമഡി എന്ന് പറയുന്നത് വെറും കാശിന് കൊള്ളാത്തതാണ്. നീ എന്താണ് ചെയ്തത് നിനക്കെങ്കിലും ബോധമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവനെ വരക്ക് പറയട്ടെ അവിടെ നിന്ന് പോകുക. ഇതേ സമയത്ത് തന്നെ അവിടെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ പറയുന്നുണ്ട് തരത്തിലുള്ള കൊമേഡിയൻസ് ആണ് ഉള്ളത്. ഒന്ന് എപ്പോഴും ഫണ്ണി ആയിട്ടിരിക്കുന്ന ഒരാളും പിന്നീടുള്ളത് അയാൾ ഫണ്ണി ആണെന്ന് വിചാരിക്കുന്ന ഒരാളും. ഈ കാര്യങ്ങളെല്ലാം കേട്ട് വളരെയധികം വിഷമിച്ചിരിക്കുന്ന അവനെ കാണിക്കുകയാണ്. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ മുന്നിലേക്ക് ഒരു ഇന്റർഫേസ് വരികയാണ്. സോ ഇവനും കള്ളി ഗെയിമിന്റെ അതിൽ തന്നെയുള്ള ഒരു പ്ലെയർ ആണ് അവർ ആ ഇന്റർഫേസ് കാണിച്ചിരിക്കുന്നത്. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കള്ളി ഗെയിം എന്ന് പറഞ്ഞ സാധനം വളരെയധികം കൺഫ്യൂഷൻ ഉള്ള ഒരു ആർക്കാണ്. സംഭവം എന്ന് വെച്ചാൽ മാഗയൊക്കെ വായിച്ചവർക്ക് അറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ. കള്ളി ഗെയിമിന്റെ അതിൽ കുറേയേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് എപ്പിസോഡ് ഇനി അടുത്ത ആഴ്ച വരത്തുള്ളൂ. സോ അന്നേരം വരുന്ന ദിവസം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ ഈ എപ്പിസോഡിന്റെ അതി ഫൈറ്റും ഒന്നും ഇല്ലായിരുന്നു. എപ്പിസോഡിന്റെ അതി മുഴുവനായിട്ടും എന്താണ് ഈ സീസൺ ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സോ അടുത്ത എപ്പിസോഡിലൊക്കെ ഒരു ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഞാൻ ഒരു വീഡിയോയും കൂടെ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ അകത്തിൽ കള്ളി ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കുക. വീഡിയോ കണ്ടിട്ട് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ്റെ വീഡിയോ വന്നു കഴിഞ്ഞിട്ട് അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ എപ്പിസോഡ് ഒന്നും കൂടെ ഒന്ന് എടുത്ത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ഇത്രയുള്ള ഇന്നത്തെ ദിവസത്തെ വീഡിയോ. സോ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നെ ഇൻസ്റ്റേ ഫോളോ ചെയ്യാത്തവർ പോയി എന്നെ ഇൻസ്റ്റേ ഫോളോ ചെയ്യുക. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇൻസ്റ്റേ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.